യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 25 വാക്യം. യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്. അവ ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്നും ഞാൻ നിരൂപിക്കുന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങളെല്ലാം രേഖപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ എല്ലാം ബൈബിളിലുണ്ട്. തെളിവെന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. കൽപ്പിച്ചവയെല്ലാം ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശിഷ്യന്മാർക്ക് ഓർമ്മ വരികയും അവരത് ജനത്തെ പഠിപ്പിച്ചു. അങ്ങനെയാണ് നമുക്ക് ലേഖനങ്ങൾ കിട്ടിയിരിക്കുന്നത്. റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, എഫേസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം, ഇങ്ങനെ വിവിധങ്ങളായ ലേഖനങ്ങൾ ശിഷ്യന്മാരാണ് എഴുതിയത്. എന്നാൽ അവർക്കത് എഴുതുവാൻ നിർദ്ദേശം കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെല്ലാം ബൈബിളിൽ ഉണ്ട്. ഇനി മത്തായി 16:18 എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, ക്രിസ്തു പറയുകയാണ്. ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28 കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ. ഇവിടെ കത്തോലിക്ക സഭയെന്നോ യാക്കോബ സഭയെന്നോ മർത്തോമ സഭയെന്നോ പെന്തക്കോസ്ത് സഭയെന്നോ ഒന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ. കർത്താവ് യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ നേടിയെടുത്ത സഭയ്ക്ക് വേണ്ട എല്ലാ പ്രബോധനങ്ങളും ഉപദേശങ്ങളും യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വിശുദ്ധ ബൈബിളിലുണ്ട്. യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസ്മരിപ്പിച്ചു. അതവർ സഭയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. ലേഖനങ്ങളിലൂടെ അത് എഴുതപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ സമ്പൂർണ്ണമാണ്. ഇനി ജെറിൻ തന്നെ ഒരു വേദഭാഗം വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:20 പിന്നെ 27 വായിക്കാം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും 27 വാക്യം. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പൗലോസ് കൊന്ത ചെല്ലാൻ പറയാതിരുന്നത്? സ്വരൂപത്തെ വണങ്ങണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ശിശുസ്നാനം അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? എന്തുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചില്ല? ഇതൊക്കെ ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായിരുന്നുവെങ്കിൽ നിശ്ചയമായും പൗലോസ് ഇവ പഠിപ്പിക്കുമായിരുന്നു. എന്നാൽ പഠിപ്പിച്ചില്ല. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. ഇന്ന് ചില സഭയിലെ ചില വിശ്വാസികളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നത് വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളാണ്. ആ പാരമ്പര്യങ്ങൾ വിട്ട് വചനത്തിലേക്ക് മടങ്ങി വരാതെ യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ പറ്റില്ല. ഇനി അപ്പസ്തോലനായ പൗലോസ് വീണ്ടും പറയുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:27 വാക്യം. ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. അദ്ദേഹം വിശ്വാസികളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞ് മാറിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവനും ഉണ്ട്. എന്നാൽ വചനവിരുദ്ധങ്ങളായ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ബൈബിൾ മാത്രം പോരാ, ഈ പാരമ്പര്യങ്ങളും മാനുഷിക പാരമ്പര്യങ്ങളും വേണമെന്ന് പറഞ്ഞ് വിശ്വാസികളെ ചിലർ മനഃപൂർവ്വമായി ബൈബിളിൽ നിന്ന് തെറ്റിച്ചു കളയുന്നത്. 2 തിമോത്തി 3:16-17 വരെ ജെറിനൊന്ന് വായിക്കാം. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും പ്രയോജനമുള്ളത് ആവുന്നു. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. പാരമ്പര്യമല്ല ഒരുവനെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. ഏതെങ്കിലും സഭയിലെ അധികാരികൾ കണ്ടുപിടിച്ച പ്രബോധനങ്ങളോ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഉണ്ടായി എന്ന് പറയുന്ന ചില വെളിപ്പാടുകളോ ദർശനങ്ങളോ സ്വപ്നങ്ങളോ ഇതൊന്നുമല്ല ഒരുവനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ്.
വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഏതെങ്കിലും സഭ വചനത്തിൽ നിന്ന് വഴിവിട്ടു പോകുമ്പോൾ, വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളിലേക്ക് ഒരു സഭ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ബൈബിളിലേക്ക് മടങ്ങി വരണം. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. സഭകളിലൊക്കെ ഉള്ളത് മനുഷ്യരാണ്. സഭാ നേതാക്കന്മാർ മനുഷ്യരാണ്. മനുഷ്യരായാൽ പാളിച്ചകൾ പറ്റും, അബദ്ധങ്ങൾ പറ്റും. അത് സമ്മതിക്കണം. അല്ലാതെ ചെയ്തു പോരുന്ന തെറ്റുകൾ ന്യായീകരിക്കാൻ വേണ്ടി ബൈബിൾ അപൂർണമാണ് എന്നല്ല പറയേണ്ടത്. ബൈബിളിനെ നമ്മൾ അംഗീകരിച്ച് ബൈബിളിലേക്ക് വന്ന് തെറ്റുതിരുത്തണം. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. നമുക്ക് തെറ്റുപറ്റാം, സഭാ നേതാക്കൾക്ക് തെറ്റുപറ്റാം. തെറ്റുതിരുത്താനുള്ള വഴി ബൈബിൾ അപൂർണമാണെന്ന് പറയുകയല്ല, പിന്നെയോ ബൈബിളിലേക്ക് മടങ്ങി വരണം. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം എന്തിനാണ് കർത്താവ് ഇന്ന് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്? നമ്മൾ പൂർണ്ണരാകാൻ വേണ്ടിയാണ്. പാരമ്പര്യങ്ങൾ നമ്മെ വചനത്തിൽ നിന്നും കർത്താവിൽ നിന്നും അകറ്റും. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതിൽ നിലനിൽക്കുകയാണെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന പോലെയുള്ള പക്വത പ്രാപിച്ച ക്രിസ്ത്യാനികളാകാൻ നമുക്ക് കഴിയും. ഇനി മറ്റൊരു വേദഭാഗം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 6-9 വരെ വായിക്കുകയാണ്. ചില ഭാഗങ്ങൾ മാത്രം. ഇത് ക്രിസ്തു തന്നെ പറഞ്ഞ വേദഭാഗമാണ്. നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ കാലത്ത് തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ പല പാരമ്പര്യ ആചാരങ്ങളും നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് കീഴ്പ്പെടാൻ അന്നത്തെ പല മതപ്രമാണികൾക്കും കഴിഞ്ഞില്ല. അപ്പോൾ ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ വ്യർത്ഥമാക്കുക അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇന്ന് ഏതെങ്കിലും ഒരു സഭ പാരമ്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ വ്യർത്ഥമാക്കിയാൽ അതിൽ അത്ഭുതമില്ല. കാരണം ഈ സമ്പ്രദായം ഇങ്ങനെ ചെയ്യുന്നത് യേശുവിൻ്റെ കാലം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ പുറകെ പോയാൽ ബൈബിൾ മാത്രം പോരാ, പാരമ്പര്യം അതും കൂടി വേണമെന്ന് പറഞ്ഞ് പാരമ്പര്യങ്ങളുടെ പുറകെ പോയാൽ ഒടുവിൽ ക്രിസ്തുവിൽ നിന്ന് പൂർണ്ണമായി തള്ളപ്പെടുകയാണ്. മനുഷ്യനിർമ്മിതമായ പാരമ്പര്യങ്ങൾ പാലിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും മാത്രമല്ല ബൈബിൾ പോലെ അപൂർണമാണെന്ന് പറഞ്ഞുകൊണ്ട് പാരമ്പര്യം മുറുകെ പിടിക്കുവാൻ ദുരുപദേശങ്ങളൊക്കെ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഒടുവിൽ എന്താണ് സംഭവിക്കുക? ക്രിസ്തു പറയുകയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. മാനുഷിക പാരമ്പര്യങ്ങളുടെ പുറകെ ഒരു ക്രിസ്ത്യാനി പോയാൽ അവൻ ക്രിസ്തുവിൽ നിന്ന് അകലുകയാണ്. ബാഹ്യമായി കർത്താവേ കർത്താവേ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഒരുപക്ഷെ വളരെ പ്രശസ്തമായിരിക്കാം, ധാരാളം ആളുകൾ ഉള്ളൊരു ചർച്ച ആയിരിക്കാം. പക്ഷേ മാനുഷിക നിയമങ്ങളാണോ പ്രമാണങ്ങളായി നിങ്ങളുടെ സഭാധികാരികൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഭയിലെ അധികാരികൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് വചനമാണോ അതോ മാനുഷിക പ്രമാണങ്ങളാണോ? മാനുഷിക പ്രമാണങ്ങളാണ് നിങ്ങൾ പാലിക്കുന്നത് എങ്കിൽ കർത്താവിനെ ആരാധിക്കുന്നത് വെറുതെയാണ്. എല്ലാ സഭാ ശുശ്രൂഷകരും അവരുടെ കീഴിലുള്ള ജനങ്ങൾ ദൈവവചനമായ ബൈബിൾ അനുസരിക്കാൻ ആഗ്രഹമുള്ളവരാണോ? പല സഭാ ശുശ്രൂഷകന്മാരുടെയും ഏക താല്പര്യം ഇതാണ്. അവരുടെ കീഴിലുള്ള ജനങ്ങൾ, വിശ്വാസികൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ അനുസരിച്ച് സ്വർഗത്തിൽ പോകണം. ദൈവത്തിൻ്റെ വചനത്തോടും കർത്താവിനോടും വിശ്വസ്തരായ
ധാരാളം സഭാ ശുശ്രൂഷകർ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവരുടെ ആഗ്രഹം അവരുടെ കീഴിലുള്ള വിശ്വാസികൾ ഏറ്റവും ധനികരായി മാറണം എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ അനുസരിച്ച് സ്വർഗത്തിൽ പോകണം. ആ ലക്ഷ്യമുള്ള സഭാ ശുശ്രൂഷകർ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ മായം ചേർക്കാതെ ഉള്ള സത്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നു. ബ്രദർ ചോദിച്ചത് എല്ലാ ക്രിസ്തീയ സഭാ ശുശ്രൂഷകർക്കും അവരുടെ കീഴിലുള്ള ജനങ്ങൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നത് കാണുവാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. പല സഭാ ശുശ്രൂഷകരും അവരുടെ കീഴിലുള്ള ജനങ്ങൾ യഥാർത്ഥമായി ബൈബിളിലെ സത്യങ്ങൾ വായിച്ചു മനസ്സിലാക്കുമോ? പേടിക്കുകയാണ്. ചില സഭാ ശുശ്രൂഷകർ ബൈബിളിലെ യഥാർത്ഥ സത്യങ്ങൾ അവരുടെ കീഴിലുള്ള ജനങ്ങൾ ഒരിക്കലും അറിയരുത് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അതിന് കാരണം ആ സഭാ ശുശ്രൂഷകന്മാർ പ്രചരിപ്പിക്കുന്ന ആചാരങ്ങൾ, ചില ജപങ്ങൾ, ചില പ്രാർത്ഥനാ രീതികൾ, ആരാധനാ രീതികൾ, അവയെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് സഭാ ശുശ്രൂഷകരായ ഞങ്ങൾ വിശ്വാസികളെ പഠിപ്പിക്കുന്ന കാര്യം വചനവിരുദ്ധങ്ങളായ കാര്യങ്ങളാണ്. ആ സത്യം അവരുടെ കീഴിലുള്ള വിശ്വാസികൾ ഒരിക്കലും തിരിച്ചറിയാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലെ വാക്യങ്ങൾ എത്രത്തോളം വളച്ചൊടിക്കാമോ ദുർവ്യാഖ്യാനിക്കാമോ അതെല്ലാം യാതൊരു പാപബോധവും ഇല്ലാതെ ചെയ്യുന്നവരാണ്. പല സഭാ ശുശ്രൂഷകർക്കും അവരുടെ കീഴിലുള്ള ജനങ്ങൾ ബൈബിൾ വായിച്ച് യഥാർത്ഥ സത്യം മനസ്സിലാക്കുമോ? പേടിയാണ്. ചില ചർച്ചുകളിൽ മദ്യപിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. ദുർനടപ്പ് ആചരിക്കുന്ന പല വിശ്വാസികളുമുണ്ട്. അത്തരക്കാരായ വിശ്വാസികളെ സഭാ ശുശ്രൂഷകന്മാർ പേടിക്കുന്നില്ല. അത്തരത്തിലുള്ള വിശ്വാസികൾ ആ ശുശ്രൂഷകന്മാർക്ക് ഒരു വെല്ലുവിളിയും ഉയർത്തുന്നില്ല. കാരണം ഇങ്ങനെയുള്ളവർക്ക് ബൈബിളിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയുകയില്ല. അതുകൊണ്ട് അവരുടെ സഭാ ശുശ്രൂഷകൻ വചനവിരുദ്ധമായ എന്ത് കാര്യങ്ങൾ പ്രചരിപ്പിച്ചാലും, വചനവിരുദ്ധമായ ഏത് ഭക്തിമാർഗം പ്രചരിപ്പിച്ചാലും മദ്യപാനികൾ അതൊന്നും സാധാരണ ചോദ്യം ചെയ്യാറില്ല. എന്നാൽ ചില ചർച്ചുകളിൽ കുറച്ചു പേരെങ്കിലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ചില വിശ്വാസികൾ അവരുടെ സഭാ ശുശ്രൂഷകന്മാർ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നില്ല. പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നതിന് മുമ്പ് വിശ്വാസികൾ ഞങ്ങളുടെ സഭാ ശുശ്രൂഷകൻ പറഞ്ഞ കാര്യം ബൈബിളിന് നിരക്കുന്നതാണോ? പല സഭാവിശ്വാസികളും അവരുടെ സഭാ ശുശ്രൂഷകന്മാർ ചെയ്യുന്ന പല ചടങ്ങിലും വിശ്വാസം അർപ്പിക്കുന്നേയില്ല. കാരണം അവർ ബൈബിൾ പരിശോധിച്ചപ്പോൾ ഇതൊന്നും ബൈബിളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്നവർക്ക് ബോധ്യമായി. അതിനാൽ ചില സഭകളിലെ ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ വചനം വായിച്ചു മനസ്സിലാക്കിയ സത്യം അംഗീകരിക്കുന്ന വിശ്വാസികളെ ഭയപ്പാടോടെയാണ് കാണുന്നത്. കാരണം ആ ശുശ്രൂഷകന്മാരുടെ തെറ്റായ പ്രബോധനങ്ങൾ തെറ്റ് തന്നെയാണ് എന്ന് ഈ സത്യാന്വേഷികൾക്ക് അറിയാം. ബൈബിൾ വായിച്ച് സത്യം മനസ്സിലാക്കിയ പല വിശ്വാസികളെയും ഭയപ്പാടോടെ കാണുന്ന ശുശ്രൂഷകന്മാർ ഇന്നുമുണ്ട്. മധ്യകാലഘട്ടത്തിൽ ഒരു പ്രത്യേക പാരമ്പര്യ സഭ ഇൻക്വിസിഷൻ സ്ഥാപിച്ചു. ദൈവവചന സത്യങ്ങൾ ഉള്ളതുപോലെ പറയുവാൻ അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയാൻ ശ്രമിച്ച പലർക്കും ഇൻക്വിസിഷൻ മുഖാന്തരം ജീവൻ നഷ്ടപ്പെട്ടു. മാത്രമല്ല 13-ാം നൂറ്റാണ്ടിൽ ബൈബിൾ വായിക്കുന്നത് പോലും ഒരു പ്രത്യേക സഭാ സംഘടന നിരോധിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇന്ന് നാം ബൈബിൾ വായിക്കരുത് എന്ന് പറയുവാനായി ഒരു സഭാ സംഘടനയ്ക്കും അധികാരമില്ല. എന്തുകൊണ്ടാണ് ഒരു സഭയിലെ നേതാക്കൾ അവരുടെ കീഴിലുള്ള ജനങ്ങളോട് ബൈബിൾ വായിക്കരുത് എന്ന് പറയുന്നത്? കാരണം ആ ശുശ്രൂഷകർക്കറിയാം, ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭക്തിമാർഗങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശുദ്ധ ബൈബിളിലെ സത്യങ്ങൾക്കെതിരാണ്. ബൈബിൾ വായിച്ചാൽ
ഞങ്ങളുടെ കീഴിലുള്ള വിശ്വാസികൾ അത് മനസ്സിലാക്കും. സഭാശുശ്രൂഷകരായ ഞങ്ങൾ ഇവരെ കബളിപ്പിക്കുകയാണ് എന്നുള്ള സത്യം ഇവർ തിരിച്ചറിയും. അത് തിരിച്ചറിയാതിരിക്കണമെങ്കിൽ ബൈബിൾ അവർ വായിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഒരു സഭാശുശ്രൂഷകനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജനങ്ങളോട് നിങ്ങൾ ബൈബിൾ വായിക്കരുത്, ബൈബിൾ വിലക്കപ്പെട്ട പുസ്തകമാണ് എന്ന് പറയില്ല. കാരണം സഭാശുശ്രൂഷകൻ ബൈബിൾ വായിക്കരുത് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികളോട് പറഞ്ഞാലും അവർ അത് വായിക്കും. 13-ാം നൂറ്റാണ്ടിൽ അച്ചടി കണ്ടുപിടിച്ചിട്ടില്ലാതിരുന്നതുകൊണ്ട് ബൈബിളിൻ്റെ കോപ്പികൾ വളരെ പരിമിതമായിരുന്നു. ഉള്ള ചില കോപ്പികളാകട്ടെ ഉന്നതന്മാരായ ചില സഭാ നേതാക്കന്മാരുടെ കസ്റ്റഡിയിലുമായിരുന്നു. അതുകൊണ്ട് സാധാരണ വിശ്വാസികൾക്ക് ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് വായിച്ച് മനസ്സിലാക്കാനുള്ള അവസരമില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. നാം ഉപയോഗിക്കുന്ന മൊബൈലിൽ ബൈബിളുണ്ട്. വിവിധ ഭാഷകളിലുള്ള ബൈബിൾ നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാം. അതുകൊണ്ട് ഒരു സഭാശുശ്രൂഷകനും ഇന്ന് നിങ്ങൾ ബൈബിൾ വായിക്കാൻ പാടില്ല എന്ന് പറയില്ല. അതുകൊണ്ട് ഇന്ന് ചില സഭാശുശ്രൂഷകർ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. അവരുടെ കീഴിലുള്ള വിശ്വാസികളോട് അവർ പറയുന്നത്, വിശ്വാസികളെ നിങ്ങൾ ബൈബിൾ വായിച്ചോളൂ, പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതേപടി വിശ്വസിക്കരുത്. വിശ്വാസികളായ നിങ്ങൾ ബൈബിൾ വ്യാഖ്യാനിക്കാനും പാടില്ല. നിങ്ങളുടെ നേതാക്കളായ ഞങ്ങൾ ബൈബിൾ വായിച്ച് ചില വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ബൈബിളിലുള്ളത് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കരുത്. നിങ്ങൾ ബൈബിൾ വ്യാഖ്യാനിക്കാനും പാടില്ല. ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള കുത്തക നേതാക്കന്മാരായ ഞങ്ങൾക്കാണ്. ഞങ്ങൾ പറയുന്ന വ്യാഖ്യാനം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇങ്ങനെയുള്ള സഭാ ശുശ്രൂഷകന്മാരുടെ വാക്ക് വിശ്വസിച്ചു പോയ പല വിശ്വാസികളും ബൈബിൾ വായിക്കുന്നുവെങ്കിലും അതിൽ പറയുന്നത് കാര്യമായി വിശ്വസിക്കുന്നേയില്ല. മറിച്ച് അവരുടെ സഭാ ശുശ്രൂഷകൻ പറയുന്ന വ്യാഖ്യാനങ്ങളാണ് വിശ്വസിക്കുന്നത്. തദ്ഫലമായി ബൈബിൾ ഒരു ചടങ്ങ് എന്ന രീതിയിൽ വായിക്കുന്നു എന്നുള്ളതല്ലാതെ അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അവർ ബൈബിൾ വായിക്കുന്നു, പക്ഷേ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ തെറ്റുതിരുത്താൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ആരാധനാ ജീവിതത്തിലെ പാളിച്ചകൾ മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. അവർ മുറുകെ പിടിക്കുന്ന വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവരുടെ നേതാക്കൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ബൈബിൾ വ്യാഖ്യാനം അത് വിശ്വസിക്കാൻ മാത്രമാണ് അവർക്ക് അനുവാദം കിട്ടിയിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഏതെങ്കിലും സഭാ നേതാവിൻ്റെ വ്യാഖ്യാനം, ഏതെങ്കിലും വ്യാഖ്യാന ശാസ്ത്രം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എന്താണ് സത്യം? യോഹന്നാൻ്റെ സുവിശേഷം 17:17 നമ്മോട് പറയുന്നു, അവിടുത്തെ വചനമാണ് സത്യം. ഇന്ന് ഭൂമിയിൽ പല സഭകളുമുണ്ട്. എല്ലാ സഭകളും അവരുടെ സഭ മറ്റു സഭകളേക്കാൾ മെച്ചമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ഭൂമിയിൽ ധാരാളം സഭകളുണ്ട്. പല സഭകൾക്കും വ്യത്യസ്തമായ ഉപദേശങ്ങളുണ്ട്, വ്യത്യസ്തമായ സഭാപ്രബോധനങ്ങളുണ്ട്. ചില സഭകൾ മറിയത്തോട് അപേക്ഷിക്കുന്ന സഭകളാണ്, ചില സഭകൾ മറിയത്തോട് അപേക്ഷിക്കുന്നില്ല. ചില സഭകൾ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു, ചില സഭകൾ ശിശുക്കളെ സ്നാനപ്പെടുത്താതെ സുവിശേഷം വിശ്വസിച്ചവരെ മാത്രം സ്നാനപ്പെടുത്തുന്നു. ചില സഭകൾ സ്വരൂപങ്ങളെ, പ്രതിമകളെ വണങ്ങുന്നില്ല, ചില സഭകൾ പ്രതിമകളെ വണങ്ങുന്നു. സാധാരണയായി ഓരോ സഭയും പറയുന്നത്
ഞങ്ങളുടെ സഭയാണ് മറ്റു സഭകളെക്കാളും നല്ലത്, മറ്റുള്ള സഭകൾ ശരിയല്ല, നമ്മുടെ സഭയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയാണ് സാധാരണയായി ഓരോ സഭയും ആ സഭയെക്കുറിച്ച് പുകഴ്ത്തി പറയാറുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സഭകളും അതിലെ നേതാക്കളും പല അവകാശവാദങ്ങളും പറഞ്ഞു എന്ന് വരാം. ഇതാണ് ഏറ്റവും നല്ലത്, ഇതിനാണ് ഏറ്റവും കാലപ്പഴക്കം, ഈ സഭയാണ് ക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥ സഭ, ഇതാണ് വിശുദ്ധ സഭ, ഇതാണ് തിരുസഭ, ഇതാണ് ദൈവസഭ, മറ്റുള്ളതൊന്നും ശരിയല്ല, നമ്മുടെ സഭ മാത്രമാണ് ശരി. അങ്ങനെ അതിലെ നേതാക്കൾ പറഞ്ഞു എന്ന് വരാം. എന്നാൽ നാം ഈ സഭകളുടെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളല്ല വിശ്വസിക്കേണ്ടത്. ദൈവമക്കളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം വിശുദ്ധ ബൈബിളാണ്. ഒരു സഭ വാസ്തവത്തിൽ കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ട യഥാർത്ഥ സഭയാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് ഈ ബൈബിൾ വെച്ചാണ്. ബൈബിൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഒരു സഭ പ്രചരിപ്പിക്കുന്ന ഉപദേശങ്ങൾ, ആ സഭയിലെ പ്രബോധനങ്ങൾ വിശുദ്ധ ബൈബിളിന് നിരക്കുന്നതാണ് എങ്കിൽ ആ സഭയെ വിശ്വസിക്കാം. ബൈബിൾ മാത്രം വിശ്വാസത്തിന് ആധാരമായി സ്വീകരിച്ച സഭകളെ വിശ്വസിക്കാൻ കഴിയും. എന്നാൽ ബൈബിൾ മാത്രമല്ല, നമുക്ക് പാരമ്പര്യവും വേണമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്ത ആചാരങ്ങൾ പഠിപ്പിക്കുന്ന സഭകളും ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സഭകൾ പറയുന്ന അവകാശവാദങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ വച്ച് ആ സഭയുടെ പ്രബോധനം ശരിയാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ സഭാവിശ്വാസികൾക്കും ഉണ്ട്. നമ്മൾ പോകുന്ന സഭയിലെ ഉപദേശങ്ങൾ, അവിടുത്തെ പ്രാർത്ഥനാ രീതി, അവിടുത്തെ ആരാധനാ രീതി, ഇതെല്ലാം ക്രിസ്തു കൽപ്പിച്ച പ്രബോധനത്തിന് നിരക്കുന്നതാണോ അതോ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ അതിർലംഘിക്കുന്നതാണോ എന്ന് ഓരോ സഭയിലെ വിശ്വാസികളും പരിശോധിക്കണം. അതുപോലെ തന്നെ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ വളരെ പ്രശസ്തനായ, മറ്റുള്ളവർ ഭക്തരെന്ന് പുകഴ്ത്തുന്ന ഒരു നേതാവ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചാലും, ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന, ജനങ്ങളുടെ പ്രീതി സമ്പാദിച്ച വ്യക്തിയാണല്ലോ ഈ പറയുന്നത് എന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലില്ലാത്തതും വചനത്തിന് വിരോധവുമാണ് എങ്കിൽ എത്ര പേരും പ്രശസ്തിയുള്ള പ്രസംഗകനായാലും അദ്ദേഹം പറയുന്ന ആശയങ്ങൾ ഒരിക്കലും നാം സ്വീകരിക്കാൻ പാടില്ല. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മോട് പറയുന്നത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. അപ്പസ്തോലനായ പൗലോസ് തന്നെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ ബെരായയിലുള്ള വിശ്വാസികൾ പൗലോസ് പറഞ്ഞത് വിശുദ്ധ ലിഖിതങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കി. അപ്പോൾ മനസ്സിലായി ദൈവത്തിൻ്റെ വചനത്തിന് ചേർന്ന കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അവർ പൗലോസിൻ്റെ പ്രസംഗങ്ങൾ വിശ്വസിച്ചു. സ്വർഗത്തിൽ പോയാൽ പെന്തക്കോസ് സഭ വിശ്വാസികളെ കാണുവാൻ കഴിയുമോ? സ്വർഗത്തിൽ പോയാൽ യാക്കോബ സഭ വിശ്വാസികളെ കാണുവാൻ കഴിയുമോ? സ്വർഗത്തിൽ പോയാൽ കത്തോലിക്ക സഭാവിശ്വാസികളെ കാണുവാൻ കഴിയുമോ? സ്വർഗത്തിൽ പോയാൽ മർത്തോമ സഭാവിശ്വാസികളെ കാണുവാൻ കഴിയുമോ? ക്രിസ്തു പറഞ്ഞത്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഏതെങ്കിലും ഒരു സഭയുടെ ലേബലുണ്ട് എന്ന കാരണത്താൽ ആരും സ്വർഗത്തിലെത്തുകയില്ല. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിലെത്തുക. എങ്ങനെയാണ് നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിയുന്നത്? വിശുദ്ധ ബൈബിളിലാണ് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവനാണ് പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യൻ. കർത്താവ് പറഞ്ഞു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് യഥാർത്ഥ ആരാധകർ. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കുന്നവർ നിശ്ചയമായും സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം നമ്മോട് പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു.
അതായത് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ദൈവമക്കൾ അവർ നിശ്ചയമായും സ്വർഗത്തിലുണ്ടാകും. ഇന്ന് ലോകത്തിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളും സ്വർഗത്തിൽ എത്തുകയില്ല. കാരണം പേരിന് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന, ക്രിസ്തുവിൽ ഒട്ടും വിശ്വസിക്കാത്ത, ക്രിസ്തുവിന് പ്രകോപനം വരുത്തുന്ന പാരമ്പര്യ ആചാരങ്ങളുമായി നടക്കുന്ന അങ്ങനെ പലതരം ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, ജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. വിശാലമായ വഴിയിലൂടെ ധാരാളം പേർ പോകുന്നു. അവർക്ക് എന്തും വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, എന്ത് ആചാരവും ചെയ്യാം, ഏത് പാരമ്പര്യവും മുറുകെ പിടിക്കാം, ആരോടും അപേക്ഷിക്കാം, അപേക്ഷിക്കാതിരിക്കാം, ഏത് പ്രതിമകളെയും വണങ്ങാം, വണങ്ങാതിരിക്കാം. അവർക്ക് ബോധിച്ചതൊക്കെ ചെയ്യാം. കാരണം അവർ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവമക്കളല്ല. ദൈവാത്മാവ് എപ്പോഴും നമ്മെ വചനത്തിൻ്റെ പാതയിലൂടെ നടത്തിക്കൊണ്ടിരിക്കും. സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ യേശുക്രിസ്തുവിനാലും പരിശുദ്ധാത്മാവിനാലും നിയന്ത്രിക്കപ്പെടുന്നവനാണ്. അവന് ബോധിച്ച പോലെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എന്തും പിന്തുടരാനും എന്തും ചൊല്ലാനും എന്തും വണങ്ങാനുമുള്ള സ്വാതന്ത്ര്യം അങ്ങനെയുള്ള ദൈവമക്കൾക്കില്ല. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് കൊരിന്ത്യ ലേഖനം നമ്മോട് പറയുന്നത്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ. അങ്ങനെ യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തിന് വിധേയമായി ദൈവവചനമെന്ന പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ നിശ്ചയമായും സ്വർഗത്തിലെത്തും. എന്നാൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും വചനമെന്ന പാതയിലൂടെ, ആ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്ത് സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമൊന്നും ഉള്ളവരല്ല. നാടോടുമ്പോൾ നടുവിലൂടെ ഓടണം. ഇവിടെ നല്ല വീട്, ജോലി, പണം, വസ്തുവകകൾ, പ്രശസ്തി, സ്ഥാനമാനം ഇതൊക്കെ ഒന്ന് സ്വന്തമാക്കണം. അത് സ്വന്തമാക്കുവാൻ ഒരുപക്ഷെ കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്ന് വരും. കർത്താവിനോട് പ്രാർത്ഥിച്ച് കിട്ടിയില്ല എങ്കിൽ അവർക്ക് ബോധിച്ച പലരോടും അവർ പ്രാർത്ഥിച്ചു എന്ന് വരും. അങ്ങനെ പോകുന്ന ഒരു വിഭാഗം. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ക്രിസ്തുവിൻ്റെ സഭ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അങ്ങനെയുള്ള മണവാട്ടിയായ സഭയെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ, അജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗീയ പിതാവിന് മാത്രമേ സ്വർഗരാജ്യം നമുക്ക് തരുവാൻ സാധിക്കൂ. ഈ ഭൂമിയിലെ ഏതെങ്കിലും സഭാ നേതാവിന് സ്വർഗരാജ്യം നമുക്ക് തരാൻ സാധിക്കുകയില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ചെറിയ അജഗണത്തിൽ ഉൾപ്പെട്ട് അവിടുത്തെ വചനമെന്ന പാതയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നിശ്ചയമായും സ്വർഗീയ പിതാവ് സ്വർഗരാജ്യം എന്ന വിലയേറിയ അനുഗ്രഹം